ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ താങ്കൾ ഉന്നയിച്ച രണ്ട് ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാം എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ പാനലിസ്റ്റ് വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നേരത്തെ പറയുകയുണ്ടായി ഈ ഡിവൈൻ വാല്യൂ എന്നൊന്നുണ്ടോ എന്നുള്ളത്. 4 കിലോ സ്വർണ്ണമല്ല, അതിൻ്റെ ആൻറ്റീക് വാല്യൂവും ഡിവൈൻ വാല്യൂവും ഒക്കെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് മുടക്കിയ കോടികൾ കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ ദ്വാരപാല പാളികളുമായി VIP-കളുടെ വീടുകൾ തോറും കയറി ഇറങ്ങി കോടിക്കണക്കിന് രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിരിക്കാൻ സാധിച്ചതും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ കൊള്ള നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇടപെടാം, അതിൻ്റെ നിയമവശങ്ങളൊക്കെ തന്നെയാണ് ശ്രീ CR രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. അതിൽ ഇനി ഒരു മറുപടിയുണ്ടോ ശ്രീ എം ജയചന്ദ്രൻ? നിശ്ചയമായും എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ശ്രീ CR രാധാകൃഷ്ണൻ സർ. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നായിരിക്കാം പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ 71-ലെ 72-ലെ പ്രിവ്യൂ പേഴ്സൺ നിർത്തലാക്കിയതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ദിരാഗാന്ധി 75-ൽ നിശ്ചയിക്കുകയും 76 ഡിസംബർ 11-ാം തീയതി 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ റിപ്പബ്ലിക് എന്നാക്കി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ഘടനയുള്ള ഒരു രാഷ്ട്രത്തിന്, അതിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു മതസമുദായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിയമപരമായ പരിമിതിയാണ്. അത് മറികടക്കാൻ കഴിയില്ല, നിശ്ചയമായും കഴിയും. നമ്മൾ എത്രയോ ഭരണഘടനാ ഭേദഗതികൾ, ഇപ്പോൾ 150ഓളം ഭരണഘടനാ ഭേദഗതികളായിട്ടുണ്ട്. അത് BJP-യെ സംബന്ധിച്ചോളം അവർക്കിപ്പോൾ പാർലമെൻറ്റിലുള്ള ഭൂരിപക്ഷവുമുണ്ട്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ചെയ്യാം. നിലവിലുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ അസാധ്യമായ കാര്യമാണ്. പിന്നെ രോഹിണി ഇടയ്ക്ക് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ മാത്രമാണ് പറഞ്ഞത്. അതെ, എൻ്റെ ഉത്തരവാദിത്തത്തിൽ മാത്രമാണ്. ജസ്റ്റിസ് കമാൽ പാഷയുടെ ഇന്നലത്തെ ഒരു സംഗതി ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞത് അവിടെ നമ്മുടെ മഹേഷ് പണിക്കർ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ധാരണ. അതവിടെ നിൽക്കട്ടെ. അത് അദ്ദേഹം ഡിഫമേഷൻ കേസ് കൊടുത്താൽ ജനൻ TV നോക്കണ്ട, ഞാനത് ഫേസ് ചെയ്തോളാം. ഒരുപാട് 10-20 ഡിഫമേഷൻ കേസുകൾ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതൊന്നും പ്രശ്നമുള്ള കേസേ അല്ല, അത് വിട്ടേക്കൂ. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ രോഹിണി. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമായ താല്പര്യത്തിനേക്കാൾ ഉപരിയായി ദേവസ്വം ബോർഡിൻ്റെ ഒരു ആക്റ്റും റൂളും അതവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രകാരമാണ് തന്ത്രിമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്ന് തന്ത്രിമാർ ഉൾപ്പെടെയുള്ള മേൽശാന്തിമാർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം. അതിന് തൊട്ടപ്പുറത്താണ് ഗവൺമെൻറ്റിന്, ജനറൽ അഡ്മിനിസ്ട്രേഷനും ലോ ആൻഡ് ഓർഡർ മാത്രം നോക്കാൻ അധികാരം കൊടുക്കുന്ന മറ്റൊരു സംവിധാനവും. ഇത് രണ്ടും പാരലലല്ല, രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പിണറായി വിജയനെ പിടിച്ചകത്തിടും, കടകംപള്ളിയിലേക്ക് എത്തും എന്നൊക്കെയുള്ളത് കവലപ്രസംഗത്തിന് കൊള്ളാം. അതിൻ്റെ അപ്പുറത്തേക്ക് കൊള്ളാത്തതുകൊണ്ടാണല്ലോ ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒന്നും പറയാത്തത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട IPS ഉദ്യോഗസ്ഥനുണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തോട് എനിക്ക് ആളിനെ അറിയാം, അദ്ദേഹത്തിനെ അറിയില്ല, എനിക്കറിയാം അദ്ദേഹത്തിനെ. ഈ 6-7 കൊല്ലം മുമ്പ് സർവീസിൽ നിന്ന് പോയ ആളുമാണല്ലോ. അദ്ദേഹം പോലീസ് സേനയിലായിരുന്നല്ലോ. അപ്പോൾ അത്തരം ഒരു ടീമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അവർ എന്താണ് പോക്കർത്തരം കാണിക്കുന്നു എന്നൊക്കെ താങ്കൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറഞ്ഞു. എത്രമേൽ മ്ലേച്ഛമാണ് താങ്കളുടെ ആ ഭാഷ എന്നുള്ളത് താങ്കൾ സ്വയം മനസ്സിലാക്കുന്നതെങ്കിൽ നല്ലത് എന്ന് മാത്രമേ ഞാൻ പറയൂ. അത് താങ്കളുടെ നിലവാരം പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതും കൂടെ ദയവായി ഓർക്കണം എന്ന് ഞാൻ ഒരു അപേക്ഷയും കൂടെ വെക്കുകയാണ്. ബ്രദർ, എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസർമാർ ശുദ്ധ പോക്കർത്തനം കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. അല്ല, പക്ഷേ ആ പദം പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു. എന്താ ഹൂളിഗനിസം? പോക്കർത്തനം എന്ന് പറഞ്ഞാൽ എന്താ ഹൂളിഗനിസം എന്നേ ഉള്ളൂ. അല്ല, ആ പദം പ്രയോഗിക്കാൻ പാടില്ല. ഒരു ചർച്ചയിൽ ഒരു കുഴപ്പമില്ല. ഞാൻ അനുഭവിച്ചവനാണ്. അത് മനസ്സിലായോ? 37 വർഷത്തിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്കറിയാം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന്. അല്ല, ഇത് ഈ CR രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളുടെ ഒരു എത്രയാ പറയുന്നത്, 20-1 പോലും താങ്കൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൂടെ ദയവായി നിങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, മനസ്സിലായി? ഞാൻ 20 വർഷമാണ് ഒരു DGPക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്തത്, സിംഗിൾ ഹാൻഡഡ്ലി. അറിയാമോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നെ പറ്റി ഒന്നും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരി ശരി ശ്രീ പി ശബരിമലയാണ് പറഞ്ഞത്. ശരി ശ്രീ പി ശ്യാംരാജ്, 1 മിനിറ്റിൽ അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്.
രോഹിണി, ശ്രീ എൻ ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ് കാട് കയറി ഇങ്ങോട്ടൊക്കെയോ പോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാം. ഏതൊരാളാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കേണ്ട ഏത് ഏജൻസികൾ വന്നാലും എത്ര വലിയ കൊള്ളക്കാരാണെങ്കിലും എത്ര വലിയ ക്ഷേത്ര കൊള്ളക്കാരാണെങ്കിലും അവരകത്താകുക തന്നെ ചെയ്യും. ഇപ്പം അങ്ങനെ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ആത്മവിശ്വാസമൊക്കെ പല കള്ളന്മാർക്കും ഇവിടെ കേരളത്തിൽ കാണും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ നമ്മുടെ SIT സ്വാധീനിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പത്മകുമാറിന് അപ്പുറത്തേക്ക് ഒരു അന്വേഷണം ഒന്നും പോകാത്തത്. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ തെറ്റ് ചെയ്തവരെന്തായാലും ഉപ്പ് ചെയ്തിരുന്നവർ എന്തായാലും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ഈ രാജ്യത്തെ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അവർ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉദാഹരണങ്ങളും ഈ നാട്ടിലുണ്ട്. ജയിലിനുള്ളിലാവുക തന്നെ ചെയ്യും.